സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ എപ്പിസോഡ് 2 ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ. ഈ വേൾഡ് കണ്ടിട്ട് ഞാൻ കുറച്ച് സൂം ഔട്ട് ചെയ്യട്ടെ. ഈ വേൾഡ് കണ്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? പക്ഷേ നല്ല വ്യത്യാസമുണ്ട്. എന്താണെന്നറിയോ? ഇത് 1.21 ആണ്. യെസ് ഗൈസ്, ഞാൻ വേൾഡ് അപ്ഡേറ്റ് ചെയ്തു. പ്രത്യേകിച്ച് എനിക്ക് മാറ്റമൊന്നും തോന്നണില്ല. എനിക്ക് പിന്നെ ഒപ്റ്റിഫൈന ഷെയ്ഡേഴ്സ് ഒന്നും ഇടാൻ പറ്റില്ല. അത് കാരണം ഞാൻ സോഡിയം കയറ്റിയിട്ടാണ് ചെയ്തത്. അതിൻ്റെ കൂടെ സൂം ചെയ്യാൻ പറ്റണുണ്ടായില്ല. അത് കാരണം സൂം ചെയ്യാനും കൂടി ഒരു മോഡ് ഇട്ടതുണ്ടോ. പക്ഷെ കുഴപ്പമില്ല, ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല, അത് പോയി. അതായത് നല്ല രസമുണ്ട്. പക്ഷെ നമുക്ക് ആദ്യം കുറച്ച് ചെടികൾ നടണം. വേണ്ട, ഞാൻ ഇത്രയും ചെടികൾ നട്ട് വെച്ചേക്കണണ്ട. എന്തിനാണെന്നറിയോ? നമുക്കിത് ഇവിടെയൊക്കെ ചെടിയല്ല, ഈ വീറ്റ് വെച്ചിട്ട് ഈ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പം അതിനുവേണ്ടി കുറച്ച് സീഡ്സ് എങ്കിലും വേണം. നമ്മളിതേ വില്ലേജറിൻ്റെ സീഡ്സ് എല്ലാം മോഷ്ടിച്ചിട്ട് ഇവിടെ ചെടി നട്ടേക്കണേ. തൽക്കാലത്തേക്ക് വീറ്റ് മാത്രം മതി. പോരാത്തതിന് നമ്മുടെ ഹൗസ് കുറച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ തല കുനിച്ച് കിടക്കാറ്, നിങ്ങളത് കണ്ടിട്ടില്ല. നിങ്ങൾ ആ ഹൗസ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടിട്ടോ, എന്നിട്ട് ബാക്കി പണി നമുക്ക് ചെയ്യാം. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഫ്രണ്ട് വന്നത്. ഇനി സൈഡ് ഇവിടെ എനിക്ക് തോന്നണേ ഞാൻ എടുത്തത് കറക്റ്റ് സിമെട്രി പോലെ ആയില്ല. അപ്പോൾ ഇവിടെ ഇത്തിരി കൂടുതൽ വന്നു. ഇതായിരിക്കും നമ്മളുടെ ലേ ഔട്ട്. നമ്മുടെ റൂഫ് ഇതിങ്ങനെയാണ് വരാൻ പോണേ. ഇങ്ങനെ ഇതിപ്പോൾ 4 അല്ലേ, 5 ആക്കുക, 6 ആക്കുക, ഇതൊരു 7 ആക്കുക, ഇത് 8 ആക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മളുടെ ഒരു മതിലായി. ഇതുപോലെ തന്നെ അപ്പുറത്ത് റീക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഈ വോള് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഈ പ്രാവശ്യം ഇതിൻ്റെ റൂഫിൻ്റെ അറ്റം വോൾസ് ആക്കാം. ഇതിനപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെയർസ് ഉണ്ടാക്കണം. അതും വെച്ചാൽ നമ്മൾ റൂഫ് ഉണ്ടാക്കാൻ പോകണം. ഇവിടെ 2 സ്റ്റെയർ, പിന്നെ ഇങ്ങനെ വീണ്ടും അതുപോലെ തന്നെ പൊക്കത്ത് ആണെങ്കിൽ ഈ പ്രാവശ്യം ഇവിടെ നിന്ന് തുടങ്ങാം. ആണെങ്കിൽ ഇവിടെ ഒരെണ്ണം കൂടി വെച്ചേക്കാം. എന്നിട്ട് അത് നമുക്ക് സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഉദ്ദേശിച്ച പോലത്തെ ഒരു ഭംഗി വന്നിട്ടില്ലെങ്കിലും എന്താണ്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇട്ടൊരു കണക്ഷൻ വെക്കണം. ചിമ്മിണി സെറ്റപ്പ്. ഇവിടെ ഒരു ചിമ്മിണി നമുക്ക് വേണമെങ്കിൽ അവിടെ ഇട്ട് നമ്മളുടെ ഇത് വെക്കുക, ഫർണസ് സാധനങ്ങളൊക്കെ. എന്നിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിലായിട്ടൊരു ചെറിയൊരു സ്മെൽട്ടർ പോലെ സെറ്റ് ചെയ്യുക. സോ ഗൈസ്, ഇതാണ് ഇത്രയും നേരം പണിതത്. അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും എന്തോ എനിക്ക് ഈ ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് സാധനങ്ങൾ കയറി എടുത്ത് പെട്ടെന്ന് ഓടിപ്പോവാ. പിന്നെ ഇവിടേക്കൊന്ന് വൃത്തിയാക്കുമ്പോൾ കുറച്ചും കൂടി മേനെയാവും. നിങ്ങളിങ്ങനെ പേടിക്കല്ലേ, ഇതായിരിക്കില്ല ഫൈനലേ. ഇവിടെ നമ്മൾ സ്പ്രൂസ് ട്രീസ് വെച്ചിട്ടുണ്ടായില്ലേ, അത് ഞാൻ എടുത്തുകൊണ്ട് കളഞ്ഞില്ല. ഇത് ഇവിടെ പുറകിൽ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് നമുക്കിനി നമ്മളുടെ വീടിൻ്റെ റൂഫ് കംപ്ലീറ്റ് ആക്കണം. ഇതിൻ്റെ ഉള്ളിൽ ചെയ്യണം. ഉള്ളിൽ കുറച്ചൊരു ബെഡ്റൂം സാധനങ്ങൾ, ഇവിടെ കുറച്ച് ജനാലയൊക്കെ വെക്കണം. ഇതിൻ്റെ ഒരു ഫ്രണ്ട് പോർച്ച് പോലെ ചെയ്യണം. കുറച്ച് ഗ്രാസ് ബ്ലോക്സ് എടുത്തിട്ട് ഇവിടെ ഒന്ന് ടെറാഫോം ചെയ്തെടുക്കണം. കുറേ പരിപാടി ഉണ്ട് അതിന്. പക്ഷെ ഇന്ന് രാത്രിയായിട്ട് രാവിലെ എണീറ്റ് ചെയ്യണതല്ലേ നല്ലത് അല്ലേ? ഒരാൾക്ക് ജീവിക്കാൻ വേണ്ടോളം ട്രാപ്പ് ഡോർസ് എൻ്റെ കയ്യിലുണ്ട്. അയ്യോ, എന്താ ചാടാത്തെ? ചാടലും വല്ലോ നെർഫായാ? എനിക്ക് പഴയ പോലെ ചാടാൻ പറ്റണില്ല മൈൻക്രാഫ്റ്റിൽ. ദിസ് ഈസ് നോട്ട് പോസിബിൾ. എനിക്ക് ചാടണം. ചെറിയൊരു അപ്ഡേറ്റ്. ഫ്ലോറ് നമ്മൾ ഇങ്ങനെ ചെയ്തു. പോരാത്തതിന് പുറം ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ചിമ്മിണിയൊക്കെ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ ഇട്ട് എന്തെങ്കിലും ഒരു ഫ്ലോറിങ് ചെയ്യണം. അതായത് ഇതില്ലേ, ഈ സ്ഥലവും പുറവും കൂടി ഇങ്ങനെ ഒരു ബ്ലെൻഡ് ആയിട്ടിരിക്കുന്ന രീതി വന്നം. പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് വരരുതെന്ന്. അവിടെ നിൽക്കടാ. ഈ ലൈറ്റ് ഞാൻ ചാൻഡലിയർ പോലെ ഇടാമെന്ന് വിചാരിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും അത് വന്നിട്ടില്ല. ആക്ച്വലി ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയിട്ടില്ല. എന്നാലും ചെറിയൊരു ഭംഗിയൊക്കെ എനിക്ക് തോന്നണുണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്റ്റാർട്ടർ ബേസ് അല്ലേ, ഇത്രയൊക്കെ മതി. ഇത് വീണ്ടും കുഴപ്പമില്ല. ഗൈസ്, നമ്മളങ്ങനെ വീട് ഏകദേശം ഒന്ന് മെനയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി കുറച്ച് പുല്ലൊക്കെ പിടിപ്പിക്കണം. ഇതാണ് നമ്മുടെ വീട്. ഇത് നമ്മുടെ ഫ്രണ്ട് റൂം. ആകെ ഒരു റൂമേ ഉള്ളൂ. കാണുമ്പോൾ കുറച്ച് പ്ലെയിൻ ആയിട്ട് തോന്നും. പക്ഷെ എന്താ, നമ്മൾ ഈ റൂമിൽ ആകെ കിടക്കാൻ മാത്രമേ വരുള്ളൂ. നമ്മൾ എന്തായാലും സ്റ്റോറേജ് ഏരിയയൊക്കെ അവിടെയല്ലേ വെച്ചേക്കണേ.
നമ്മളുടെ മെയിൻ ഒരു വർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. നമുക്ക് തൽക്കാലം സ്റ്റോറേജ് ഏരിയ ഇവിടെയും ഇവിടെ ഞാൻ താഴത്ത് ബാരലും വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഞാൻ ചെസ്റ്റൊന്നും അടിക്കിയിട്ടില്ല, നേരത്തെ അടിക്കിയത് മാത്രമേ ഉള്ളൂ. കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഈ ചെസ്റ്റിലോട്ട് ടെംപ്റ്റ് ചെയ്ത് ഇവിടെ കുറച്ച് മെനയാക്കി. ഇവിടെ സ്റ്റെയർസൊക്കെ വെച്ച് പിന്നെ ഞാൻ ഇങ്ങോട്ട് കയറാൻ ഒരു പ്രഷർ പ്ലേറ്റ് വെച്ച്. അപ്പോൾ കയറി വരുമ്പോൾ അത് അടഞ്ഞോളൂ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മളിവിടെ പണിതുകൊണ്ടിരിക്കുമ്പോൾ അല്ല ക്രീപ്പറൊക്കെ കയറി വന്ന പണിയാവും. ഞാൻ ആദ്യം ഓപ്പൺ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചത്, പക്ഷെ വേണ്ട. എനിക്കെന്തായാലും വീടിൻ്റെ ഉള്ളും ഈ സ്ഥലം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ സ്ഥലം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന ഒരു സാധനം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ തോന്നും. കൂടുതൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിപ്പോകും. പുല്ലുപിടിപ്പിക്കണം. ഞാൻ 2-3 സ്കെൽറ്റിനെ കൊന്ന ബ്ലോക്സ് ബോൺ ഉണ്ടാവണം. 20 ബോണാ. കുറച്ച് ഇവിടെ അത്രയും വേണ്ട. കുറച്ച് ഈ സൈഡിൽ, കുറച്ച് ഈ സൈഡിലായിട്ട്. ആദ്യം നമ്മൾ കേവിങ്ങിന് പോയപ്പോഴത്തേക്കും ഞാൻ അവിടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചായിരുന്നു. മറ്റേ കേവിലോട്ട് കയറിയപ്പോഴത്തേക്കും അതൊക്കെ നമുക്ക് പോയി ഒന്ന് എടുക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ പിക്കാക്സ് അവിടെ ഇരിപ്പുണ്ടെന്നത് കണ്ട. യെസ് ഗൈസ്, ഇതാണ് നമ്മളുടെ ആദ്യമായിട്ട് ഉണ്ടാക്കിയ പിക്കാക്സ്. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയ സ്റ്റോൺ പിക്കാക്സ്. ഇത് അത്യാവശ്യം വാല്യുബിൾ ആണ്. ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളിത് എവിടെയെങ്കിലും ഐറ്റം ഫ്രെയിമിലാക്കി വെച്ചാൽ ഏത് രസം ഉണ്ടാവൂലേ. ആദ്യമായിട്ട് ഈ വേൾഡിൽ വന്നപ്പോൾ ഉണ്ടാക്കിയ പിക്കാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർവറിലൊക്കെ കയറുമ്പോൾ ഇതുപോലെ പിക്കാക്സ് ആദ്യം ഉപയോഗിച്ച പിക്കാക്സ് എടുത്ത് സൂക്ഷിച്ചു വെക്കാറുണ്ട്. അപ്പോൾ ആ പതിവ് തെറ്റിക്കണ്ട. അത് സൂക്ഷിച്ചു വെക്കാൻ മനസ്സിലാവില്ല അവിടെ. സോ ഗൈസ്, നമ്മളങ്ങനെ ചെടികൾ ഇവിടെ നടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്തിനാ ഞാൻ ഇവിടെ വീറ്റ് പിടിപ്പിക്കണേന്ന്. ഇവിടെ ഇട്ടൊരു വഴി, ബാക്കി സ്ഥലത്ത് ഫുൾ വീറ്റ്. പിന്നെ ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് നമുക്ക് നെതർ പോർട്ടൽ വേണമല്ല. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ക്ലിഫ് പോലെ ചെറുതായിട്ട് നിൽക്കണില്ലേ, ഈ ക്ലിഫ് ഈ ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ട് ഒരു മിനിറ്റ് ഞാൻ ബ്ലോക്ക് എടുത്തോണ്ടിട്ടെ. പ്രൂസ് എടുക്കാൻ പോയ വഴിക്ക് നമ്മള് കുറച്ച് റോസ് ബുഷ് എടുത്ത് കയ്യിൽ പിടിച്ചായിരുന്നു. ഇതിങ്ങനെ വന്നിട്ട് ഒരു ക്ലിഫ് പോലെ ആയില്ലേ. ഇവിടെ ആയിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്യാം. പോരാത്തതിന് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പോർട്ട് പോലെ കൊടുക്കണം. ഫിഷിംഗ് ബോട്ടിന്റെ ഒക്കെ സംഭവം ഇല്ലേ, ജസ്റ്റ് അങ്ങോട്ടൊരു പ്ലാറ്റ്ഫോം പോലെ. എന്നിട്ട് നമ്മൾ അവിടെ നമ്മുടെ നെതർ പോർട്ടൽ അവിടെ ഇട്ട് വെക്കുക. ആ പ്ലാറ്റ്ഫോമിലോട്ട് കയറി പോണത് ആ നെതറിലോട്ട് പോകണം അല്ലേ. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ വില്ലേജ് കാണാം. പിന്നെ ഇവിടെ ഇട്ട് നമ്മൾ നമ്മുടെ നെതർ പോർട്ടൽ തന്നെ കുറച്ചാൽ ഇവിടെ പണിയെടുത്തിട്ട് നമുക്കിത് അവിടെ ഇട്ട് ഫാംസ് എല്ലാം ഈ ഏരിയയിലായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഞാൻ ഇതൊന്ന് ഇവിടെ ഒന്ന് ടെറാഫോം ചെയ്തെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. സോ ഗൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ വെച്ച് നമുക്ക് ചെയ്യാന്നല്ലേ. പക്ഷെ ഞാൻ ആ ഡിസൈനിൽ നിന്ന് കുറച്ച് മാറ്റി. ഞാൻ ഇവിടെ നിന്ന് കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്ത് കുറച്ചും കൂടി ഒരു ക്ലിഫ് പോലെ ആക്കി. നമ്മൾ ഇവിടെ അത്രയും മെനയാക്കാനത് ഇവിടെ ആ ഒരു പോർട്ട് തന്നെ ഉണ്ടാകും. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഇങ്ങനെ അങ്ങ് ഇതാക്കിയപ്പോൾ അവിടെ ഒരു പോർട്ടിന്റെ ആവശ്യം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. ഇപ്പൊ ശരിക്കും ഇവിടെ എന്തെങ്കിലും ഒരു പോർട്ടിന്റെ ആവശ്യം ഉണ്ടായാൽ നല്ലതെന്നുള്ളൊരു രീതിയായില്ലേ. ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ ഐഡിയ ഒന്നും ഇല്ല. ഞാൻ കുറച്ച് ആലോചിച്ചിട്ട് നമുക്ക് കുറച്ച് ഐഡിയ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരാം. ഞാനങ്ങനെ രാവും പകലും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു 6 പില്ലർ വെച്ച് കേസ് ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്തായാലും ഈ 6 പില്ലർ കാണാൻ നല്ല ഭംഗിയില്ലേ. ഞാൻ ഉദ്ദേശിച്ചു ഞാനിത് എന്തെങ്കിലൊക്കെ ഒന്ന് ആക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നമ്മളങ്ങനെ ഏകദേശം അടിക്കല്ലട മോനെ ഷടാ, ഞാൻ ഒന്ന് പറയട്ടേടാ. ഒരു മിനിറ്റ് ട്ടാ. നമ്മളുടെ പോർട്ട് ഇതേ ഏകദേശം വലിയ സീനില്ലാണ്ട് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ ആയിട്ടല്ല. ഞാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഇവിടെ തന്നെയാണ് നെതർ പോർട്ടൽ നല്ലത്. പക്ഷെ ഇവിടെ എങ്ങനെ വെക്കുമെന്നുള്ളൊരു ഐഡിയ എനിക്കില്ല. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ ഒരു സാധനം കണ്ടായിരുന്നു. ഒരു ഡോക്കിയാണ് ഒരു സാധനം. അത് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ആ ഒരു സാധനവും കൂടി ഈ സൈഡിൽ ഇങ്ങനെ രണ്ടെണ്ണം ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക. ഇത് ഇങ്ങോട്ട് ഓക്കെ. അപ്പൊ രാവിലെ ആയിട്ടുണ്ട് കണ്ടോ, ഏതാ രസമല്ലേ ഈ ഡോക്കാണ്. ഞാൻ ഇവിടെ നിന്ന് കുറെ ക്യാമ്പ് ഫയർ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നു. കുറെ കോളൊക്കെ മലയിൽ നിന്നും പോയി എടുക്കേണ്ടി വന്നു ഈ ക്യാമ്പ് ഫയർ ഉണ്ടാക്കാൻ. ആകെയുള്ളൊരു ക്യാമ്പ് ഫയർ ഇവിടെ വെച്ചിട്ട് തൽക്കാലത്തേക്ക് ഞാൻ വെറുതെ വെച്ചേക്കുന്നതാണ്. ഒന്നില്ലെങ്കിൽ ഇവിടെ ക്യാമ്പ് ഫയർ പോലെ എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് തൽക്കാലത്തേക്ക് നമ്മളിപ്പോൾ ഈ എപ്പിസോഡിൽ അതിലോട്ടൊന്നും നോക്കണില്ല. എപ്പിസോഡുകൾ അത്യാവശ്യം സ്ലോ ആയിട്ടായിരിക്കും പോണത്. പെട്ടെന്ന് പ്രോഗ്രസ് ഉണ്ടാക്കി പോകാൻ എനിക്ക് താല്പര്യമില്ല. ഓക്ക് ലോഗ് തന്നെയാണ്. ഓക്ക് ലോഗ് വന്നാലേ എൻ്റെ രസമുള്ളൂ. ഓക്ക് ലോഗും പിന്നെ കുറച്ച് ഗ്രൈൻഡ് സ്റ്റോൺ ഒക്കെ ഒപ്പിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഏതാ ഭംഗി. നമുക്ക് ഇനി ആ ഡോക്ക് പോലത്തെ സാധനം ഉണ്ടാക്കാം. അത് ഇവിടെ നിന്ന് തൽക്കാലത്തേക്ക് ഇതങ്ങ് മുറിച്ച് കളയാം. ഇതങ്ങനെ ഇരിക്കട്ടെ. 4 ഇങ്ങോട്ടിങ്ങനെ ഒരു ടീ പോലത്തെ സാധനം വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ടവറപ്പ് ചെയ്ത് ചെയ്യാനുള്ള സാധനങ്ങളാണ്. നമുക്ക് ഇവിടെ ഇട്ടൊരു സ്റ്റെയർ എടുത്ത് വെക്കുക. നമ്മളുടെ ഗ്രൈൻഡ് സ്റ്റോൺ എടുത്തിട്ട് ഇതിങ്ങനെ വെക്കുക. ഇനി നമ്മളുടെ ചെയിൻ എടുത്തിട്ട്
എനിക്ക് ശരിക്കും കാണുന്നില്ല ഈ വെയിലടിച്ചിട്ട്. തൽക്കാലത്തേക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് തന്നെ ഒരു ബോട്ട് അങ്ങ് ഉണ്ടാക്കാം. ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ കൊണ്ട് വെച്ചാൽ മതിയല്ലോ. അവിടെ റിവേഴ്സ് വരട്ടെ. അപ്പം അതും ഓക്കെ. ഒരു ഉള്ളി പോലത്തെ സാധനമാണല്ലോ ഇത്. ഇവിടെ നിന്ന് ഇതിങ്ങനെ എങ്ങനെയുണ്ട് ക്രെയിൻ ഇങ്ങനെ ബോട്ടിനെ വലിച്ച് നിർത്തിയേക്കണമില്ലേ? ഇത് നമ്മുടെ ഡോക്കിംഗ് സാധനം. ഇത് നമുക്ക് ബോട്ട് താഴെ ഇറക്കണമെങ്കിൽ ഇതിങ്ങനെ താഴെ ഇറക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ ഡോക്ക്? ഇനി നമുക്ക് നെതർ പോർട്ടൽ സെറ്റ് ചെയ്യണം. നെതർ പോർട്ടൽ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ലാവ കണ്ടായിരുന്നു. സോ ഗൈസ്, നമ്മൾ ഇനി ആ ലാവ പുള്ളോട്ട് പോണെയാണ്. എന്നാലേ നമുക്ക് നെതർ പോർട്ടലിനുള്ള ഒബ്സിഡിയൻ എടുക്കാൻ പറ്റുള്ളൂ. സോ നമ്മുടെ ബോട്ടിന്റെ എന്താ പറയണേ, ഡിസ്പാച്ചാ എന്തായാലും നമ്മൾ ലാവാ പൂളിലോട്ട് പോണേണേ. കണ്ട് ഇവിടെ ആയിട്ടൊരു ലാവാ പൂൾ ഉണ്ട്. ഈ ലാവാ പൂളിൽ നിന്ന് ഞാൻ നേരത്തെ ഒന്ന് എടുത്തായിരുന്നു. നമുക്ക് ഇനി ഇവിടെ ആയിട്ടൊരു വെള്ളം ഇടണം. ഇനി നമുക്ക് 10 ഒബ്സീഡിയൻ നിന്ന് മൈൻ ചെയ്യണം. നമ്മൾ ഇറങ്ങിയ സമയം എന്തായാലും കൊള്ളാം. ഇനിയും നല്ല സമയമുണ്ട് രാത്രിയാവാൻ. അത് കാരണം ഐസ് ബക്കറ്റ് ചാലഞ്ച്. സോ ഗൈസ്, ഞാനിവിടെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മോബിനെ പോലും കണ്ടില്ല. ഈ വേൾഡിൽ ഇനിയും ഇതെന്തോ ഇത് ക്രീപ്പറിന്റെ സമയമാണല്ലോ ഗൈസ്. നമ്മുടെ ബോട്ട് എന്തേ? അയ്യോ, എനിക്ക് ഡോക്ക് ചെയ്യാനുള്ള ബോട്ടായിരുന്നു. ഏതാ ഭംഗിയല്ലേ. ഞാൻ പണിത സ്ഥലം കൊണ്ടല്ല പറയണേ. ഇത്രയും മനോഹരമായിട്ട് ഞാൻ ഇതുവരെ മൈൻക്രാഫ്റ്റിൽ സ്ഥലം കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് നെതർ പോർട്ടൽ ഇവിടെ ഇട്ട് വെക്കണോ എന്നാണ് എന്റെ സംശയം. എന്തായാലും ഇത് കട്ട് ചെയ്ത് കളയേണ്ട കാര്യം. ഇത് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമോ. കാരണം ക്യാമ്പ് ഫയർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറെ കഷ്ടപ്പെട്ടായിരുന്നു ഗൈസ്. ഇതിങ്ങനെ വെക്കുക. 1 2 3. ഓക്കെ, ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ വേണം. ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ എവിടെ? ഫ്ലിന്റ് എന്ത്? ഫ്ലിന്റ്. നമ്മൾ നെതറിൽ കേറാൻ പോണേണ്. നമ്മളങ്ങനെ ഈ എപ്പിസോഡിൽ നെതറിൽ കയറണേണ്. കേറിയിട്ട് അപ്പൊ തന്നെ ഇറങ്ങും നമ്മള് നെതർ വർട്ട്. ഇതെന്താ സ്റ്റക്കായി നിക്കണേ? നമുക്കങ്ങനെ ഏറ്റവും വൃത്തിയായിട്ട ബയോം തന്നെയാണ് കിട്ടിയേക്കണത്. വാവ്, ഒരു ഓപ്പണിംഗ് പോലും ഇല്ലാത്ത സ്ഥലത്താണ് നമ്മളെ സ്പോൺ ആക്കിയേക്കണം. എന്തായാലും നമുക്ക് നല്ല ഭാഗ്യമുണ്ട് ഗൈസ്. ഇത്രയും ഭാഗ്യം കൊണ്ട് ഒരാൾ അനുഗ്രഹിക്കരുത് മൈൻക്രാഫ്റ്റിൽ. നമുക്ക് തിരിച്ചു പോയി. ഇവിടെ ഇനി പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. മൂടുപോയി. ഇത്രേ ഉള്ളൂ നമ്മളുടെ എപ്പിസോഡ്. ചെറിയ എപ്പിസോഡായിട്ടായിരിക്കും ലെറ്റ്സ് പ്ലേ ഇടുന്നത്. അല്ലെങ്കിൽ എന്തായാലും ഞാൻ ഇടൂല. കുറച്ചിട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക, തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.